ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് നാളെ. ഡിസംബർ 5 മമ്മൂക്കയുടെ കളങ്കാവലി നാളെ റിലീസാണ്. ഒരുപാട് പ്രതീക്ഷയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു റിലീസിങ്ങിന് മുൻപ് ഒരു പടം കാണാനായിട്ട് ഞാൻ ഇത്രയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതിന്റെ റീസൺസ് പലതാണ്. ഫസ്റ്റ് റീസൺ, ഇതില് മമ്മൂക്ക പ്രതിനായക സ്ഥാനത്താണ് വരുന്നത് അല്ലെ. എല്ലാവർക്കും അറിയാം പ്രതിനായകനായിട്ടാണ് വരുന്നത്. നായിക സ്ഥാനത്ത് വിനായകനാണുള്ളത്. അതുകൂടാതെ 21ഓളം നായികമാർ ഈ ഒരു സിനിമയിനകത്ത് ഉണ്ട്. ഇതെല്ലാത്തിനും അപ്പുറത്ത് ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു സീരിയൽ കില്ലറിന്റെ കഥയുമായിട്ട് സാമ്യമുണ്ട് എന്നുള്ളൊരു അഭ്യൂഹം വളരെയേറെയാണ്. നമ്മളെല്ലാവരും എന്താ പറയാ ഞെട്ടിയിട്ടുള്ള, ഇപ്പോഴും ഇതെന്തൊരു മനുഷ്യനാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന സീരിയൽ കില്ലറായിട്ടുള്ള സൈനൈഡ് മോഹനായിട്ടാണ് ഇതിൽ മമ്മൂട്ടി എത്തുന്നത് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു എന്താ പറയാ കാര്യം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ കാണാൻ എനിക്കും ഇത്രക്ക് ആഗ്രഹം കൂടി വരുന്നത്. കാരണം വേറെ ഒന്നല്ല, നമുക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലറാണ് സൈനൈഡ് മോഹൻ. സ്ത്രീകളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ആഗ്രഹിപ്പിച്ച് എന്താ പറയുക അവരെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി അവരുമായിട്ട് ഒരു രാത്രി സ്പെൻഡ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ പോയി കല്യാണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം ആ ഒരു രാവ് എഴുന്നേറ്റതിന് ആ ഒരു അമ്പലത്തിലേക്കുള്ള ടൈമിന്റെ ഇടയിനകത്ത് നമുക്കൊന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് നടക്കുകയും ആ നടക്കുന്ന സമയത്ത് നമ്മൾ രാത്രി ഒരുമിച്ച് ഉണ്ടായത് കൊണ്ട് പ്രഗ്നൻസിക്കുള്ള ചാൻസ് കൂടുതലാണ്, ഇപ്പോൾ അത് നമുക്ക് വേണ്ട, കുറച്ച് കഴിഞ്ഞു മതി കുട്ടികൾ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവർക്ക് ഒരു ഗുളിക കൊടുത്ത് അവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലോട്ട് കടത്തി വിടുകയും ആ ഗുളികയിൽ സൈനൈഡ് പുരട്ടി അവരെ കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ കില്ലിങ് നടക്കുന്ന സമയത്തൊന്നും ഒരു കില്ലർ ഇതിന്റെ പുറകിലുണ്ടെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല. കാരണം ഇത് സൈനൈഡ് പുരട്ടി ഒരു ഗുളികയുമായിട്ട് ബാത്റൂമിന്റെ ഉള്ളിൽ കയറി ലോക്ക് ചെയ്തതിന് ശേഷം ആ ബാത്റൂമിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഒരു യുവതികൾ മരിച്ചു വീഴുന്നത്. മരിച്ചു വീഴുന്ന സമയത്ത് ഇവരുടെ വായിൽ നിന്ന് നൊരയും പതയൊക്കെ വന്നിട്ടുണ്ടാവും. അവസ്മാരം പോലുള്ള ഒരു എന്തെങ്കിലും രോഗകാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ മരിച്ചത് എന്ന് വിചാരിച്ച് ഈ ഡെഡ് ബോഡി അവിടെ സൂക്ഷിക്കുകയും, പക്ഷെ ഈ ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങളും ഈ ഒരു മൃതദേഹത്തിന്റെ അരികിൽ നിന്ന് കിട്ടാതെ വരികയും ലാസ്റ്റ് ഒരു അനാഥപ്രേതമായിട്ട് അത് എന്താ പറയാ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു കേസ് അങ്ങനെ തന്നെ നിന്ന് പോകും. കാരണം ആ ഒരു വ്യക്തി ആരാണെന്ന് ഒരു തുമ്പും അവശേഷിക്കുന്നുണ്ടാവില്ല. ആ സമയം ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവരുടെ ആഭരണങ്ങളും കൊണ്ട് അവരുപയോഗിക്കുന്ന ഫോണും കൊണ്ടിട്ട് ഈ മോഹൻ അവിടുന്ന് കടന്നു കളയും. അങ്ങനെയാണ് ഓരോ ഓരോ ഇരകളിലോട്ട് മോഹൻ എത്തുന്നത്. ഒരു എന്താ പറയാ അനിത എന്ന് പറയുന്ന ഒരു യുവതിയെ കാണാതാവുന്നത് ബന്ധപ്പെട്ട് അവരുടെ വീട്ടുകാർ നടത്തുന്ന തെരച്ചിലിനകത്ത് ഇതൊരു അന്യമതസ്ഥരെ കല്യാണം കഴിക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ അന്യമതസ്ഥര് മനഃപൂർവ്വം എന്താ പറയാ ലവ് ജിഹാദൊക്കെ നിലനിൽക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ആ ഒരു സമയത്ത് ലവ് ജിഹാദ് ആണ് എന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നം വളരെ കൊടുമ്പിരി കൊള്ളുകയും ഇത് പോലീസുകാർക്ക് അന്വേഷിക്കാതിരിക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള ചാൻസും ഇല്ലാതെ അത്രയും സമ്മർദ്ദം വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു കേസ് ആരംഭിക്കുന്നത് തന്നെ. ഈ ഒരു കേസിന്റെ ആരംഭം തുടങ്ങിയതിന് ശേഷമാണ് ആ യാത്രയിലാണ് ഈ ഓഫീസേഴ്സ് തിരിച്ചറിയുന്നത് ഇതൊരു സീരിയൽ കില്ലറിലോട്ടാണ് തങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. കാരണം ഈ ഒരാള് മരിച്ചു വീണ് കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ചിരുന്ന ഫോൺ അവർ ഫോൺ ചെയ്തിട്ടുണ്ട്. ആ ഫോണിന്റെ അറ്റത്ത് വേറൊരു പെൺകുട്ടിയുടെ ഫോൺ നമ്പർ ആയിരിക്കും. ആ വ്യക്തിയും മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇതൊരു ചെയിൻ പോലെ പോകുമ്പോഴാണ് ഇതൊരു സീരിയൽ കില്ലിങ്ങിലോട്ടാണ് പോകുന്നതെന്നുള്ള സത്യം പോലീസുകാർ മനസ്സിലാക്കുന്നത്. സോ അത്രയും പ്ലാൻഡ് ആയിട്ട് വളരെ ലാഘവത്തോടെ ഒരു കുറ്റബോധം പോലും ഇല്ലാതെയാണ് മോഹനൻ ഈ ഒരു കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മോഹനെ ചതിക്കുന്ന, അല്ലെങ്കിൽ മോഹന് ഏതൊരു എന്താ പറയാ കുറ്റം ചെയ്യുമ്പോഴും ഒരു ദൈവത്തിന്റെ ഒരു കൈയടയാളം അവിടെ ഉണ്ടാകും എന്ന് പറയില്ലേ, അതുപോലെ തന്നെ മോഹന് അബദ്ധം പറ്റി ലാസ്റ്റ് മോഹൻ ജയിലിലാവുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. ഈ ഒരു കഥ അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്ത് ഈ ഒരു സിനിമയിനകത്ത് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടന്ന് കാണുന്ന എന്താ പറയാ മോഹനെ കുറിച്ചുള്ള സ്റ്റോറിയിലുള്ള യഥാർത്ഥ കഥയെ അതേപടി തന്നെ ഒരിക്കലും നമുക്ക് സിനിമയിൽ കാണാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം
ഇതിൽ പ്രതിനായക സ്ഥാനത്ത് ഈ ഒരു റോള് ചെയ്യുന്നത് മമ്മൂക്കയാണ്. ഉറപ്പായിട്ടും അതിന് നല്ല ഡെപ്ത് ഉണ്ടാവും, വിവിധ തരത്തിലുള്ള ലെയേഴ്സ് ഉണ്ടാവും. ഉറപ്പായിട്ടും ഇതൊരു എന്താ പറയാ, നമ്മൾക്ക് മറക്കാൻ പറ്റാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്ക് ഇപ്പോഴും ഇല്ല. നാളെ ഞാൻ സിനിമ കാണുമ്പോഴും എന്താ പറയാ, ആ ഒരു പ്രതീക്ഷ എന്നിൽ തന്നെ ഉണ്ട്. ഞാൻ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമ കാണാനായിട്ട്. എന്തായാലും നാളെ തന്നെ ഞാൻ ഈ സിനിമ പോയി കാണും. ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം റിവ്യൂ ആയിട്ട് വരും. കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.